മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കാലടി മാണിക്യമംഗലം പനയാലി പന്തലക്കുടം ശ്രീ വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ മകം തൊഴൽ ഭക്തിസാന്ദ്രമായി കൊണ്ടാടി. ദേവീ ദർശനം തേടി 100 കണക്കിന് ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ ഒഴുകിയെത്തിയത്. കാലടി മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ നിന്നും 500 മീറ്റർ മാറി പനയാലി റോഡിന്റെ ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് പന്തലക്കുടം ശ്രീ വനദുർഗാ ദേവി ക്ഷേത്രം. ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള മകം തൊഴൽ ഈ വർഷവും ആഘോഷപൂർവ്വം കൊണ്ടാടി. പ്രതിഷ്ഠാദിന വാർഷികവും ഇതോടൊപ്പം നടന്നു. ത്രിലോകനാഥനായ ശ്രീ മഹാദേവൻ, ശ്രീ പാർവതി, മഹാഗണപതി, നാഗരാജാവ്, നാഗയക്ഷി, സർപ്പം എന്നീ ദേവസാന്നിധ്യവും പന്തലക്കുടം ക്ഷേത്രാങ്കണത്തിൽ ഭക്തിപ്രഭ ചൊരിയുന്നു. ത്രിമൂർത്തികൾ ഒറ്റ ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനം നൽകി വാണരുളുന്ന അപൂർവം ക്ഷേത്രസന്നിധിയാണ് പനയാലി പന്തലക്കുടം ശ്രീ വനദുർഗാദേവി ക്ഷേത്രം. ക്ഷേത്രം ഭരണസമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നുവരുന്നത്. തന്ത്രിമുഖ്യൻ പാല പൂവരണി തേവണംകോട് ഇല്ലത്ത് ബ്രഹ്മശ്രീ നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടും മലപ്പുറം കരിയാമ്പറമ്പത്ത് ഇല്ലം ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. മകം തൊഴൽ ദിവസം രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, കലശപൂജ, അഷ്ടാഭിഷേകം, കലശാഭിഷേകം എന്നിവയും നടന്നു. ഉപദേവന്മാർക്ക് കലശാഭിഷേകം, സർപ്പത്തിന് 100 പാലും നൽകൽ, സർപ്പപൂജ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണി മുതൽ മകം തൊഴൽ ആരംഭിച്ചു. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തിയിരുന്നു. തിരുനടകളിൽ നെൽപ്പറ, മഞ്ഞൾപ്പറ, മലർപ്പറ, എള്ളുപറ, കൂട്ടപ്പറ എന്നിവ നിറയ്ക്കാനും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ദീപക്കാഴ്ച എന്നിവയും നടന്നു. ലോകമാതാവായ ഭഗവതിക്ക് ഏറ്റവും വിശേഷമേറിയ ദിനമാണ് കുംഭമാസത്തിലെ മകം നാളെന്ന് ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. പനയാലി ദേവസ്വം പന്തലക്കുടം ശ്രീ വനദുർഗാ ക്ഷേത്രത്തിൽ വനദുർഗാ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ
മകംതൊഴൽ ആഘോഷം വളരെ ഗംഭീരമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമാതാവായിട്ടുള്ള, അതായത് ജഗത്തിന്റെ മുഴുവൻ മാതാവായിട്ടുള്ള ഭഗവതിയുടെ ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു ദിവസമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രം. ഭഗവതി ഭക്തജനങ്ങൾക്കെല്ലാം അഭീഷ്ടവരദായിനിയായിട്ട് പ്രകടമായിട്ട് കാണുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും വിശേഷം, ഓരോ ദേവതകൾക്കും ഓരോ ദിവസം വളരെ വിശേഷമായിട്ട് കണക്കാക്കാറുണ്ട്. അതിൽ ഭഗവതി സ്വരൂപത്തിന്, അതായത് ലോകമാതാവായിട്ടുള്ള ഭഗവതിക്ക് ഏറ്റവും വിശേഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് ഈ മകംതൊഴൽ എന്ന് പറയുന്ന വിശേഷം. ഇതേ ദിവസം നിരവധി ഭഗവതി ക്ഷേത്രങ്ങളിൽ, ഉദാഹരണമായിട്ട് ചോറ്റാനിക്കര ഭഗവതിയുടെ ക്ഷേത്രങ്ങൾ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ പോലും മകംതൊഴൽ വളരെ വിശേഷമായിട്ട് നടന്നു വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ളവർക്ക്, ഈ ഒരു സാധാരണക്കാർക്ക് ചോറ്റാനിക്കര പോലുള്ള ക്ഷേത്രങ്ങളിൽ വളരെ ദൂരെ പോയി തൊഴുത്, അല്ലെങ്കിൽ അവിടുത്തെ തിരക്കുകൾ അനുഭവിച്ച് തൊഴുത് ഭഗവതിയെ നന്നായിട്ടൊന്ന് കണ്ടു തൊഴാനുള്ള അവസരം പോലും ഉണ്ടാവാറില്ല. എന്നാൽ ഇവിടെ ഈ ക്ഷേത്രം ഭരണസമിതി, ഈ ക്ഷേത്രം ട്രസ്റ്റ് ഭഗവതിയുടെ മകംതൊഴൽ എന്നൊരു ആഘോഷം ഇവിടെ ഇത്രയും ഭംഗിയായിട്ട് നടത്തുന്നതിലൂടെ ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും തന്നെ ഭഗവതിയുടെ അനുഗ്രഹം ഈ വിശേഷ ദിവസം തന്നെ പ്രാപ്തമാക്കാനുള്ള അവസരം വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ മകംതൊഴൽ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചത് എന്റെയും ഒരു വലിയ ഭാഗ്യമാണ്. അതെന്തായാലും മകംതൊഴലുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവതിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ നാരായണ. ക്ഷേത്രം ഭരണസമിതി ട്രസ്റ്റ് പ്രസിഡന്റ് എസ് ശിവകുമാർ, സെക്രട്ടറി KG വിജയകുമാർ, ട്രഷറർ CA ശങ്കരനാരായണൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷ ചടങ്ങുകൾ മാർച്ച് 8 വെള്ളിയാഴ്ച നടക്കും. രാത്രി 8 സവിശേഷമായ സഹസ്രാവർത്തി 1000 കുടം അഭിഷേകം, അഷ്ടാഭിഷേകം എന്നിവയും ഉണ്ടാകുമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.